ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾ അബൌട്ട് സ്ക്രബാണ്. നമ്മൾ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ: പ്രിപ്പറേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് എക്സ്ഫോളിയേഷൻ. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടില്ല, സോ ഞാൻ പോയി ലിപ്സ്റ്റിക്ക് മാറ്റിയിട്ട് വന്നു. ഫസ്റ്റ് സ്റ്റെപ്പായ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്ക്രബ് ചൂസ് ചെയ്യുമ്പം എപ്പോഴും നല്ല മൈൽഡായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ള സ്ക്രബ് വേണം എടുക്കാനായിട്ട്. ഈവൻ നമ്മൾ ഹോം റെമഡീസ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ഏറ്റവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം ചൂസ് ചെയ്യുക. ഓട്സ് പൊടിച്ചെടുക്കുന്നത്, കടലമാവ്, ഇതൊക്കെ നമുക്ക് നല്ല ജെൻറ്റിലായിട്ടുള്ള ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഹോം റെമഡീസ് ആയിട്ടുള്ള സ്ക്രബ്സ് യൂസ് ചെയ്യുമ്പം ഇത് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ എല്ലാ പാർട്ടിക്കിൾസും സോക്കായി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജെൻറ്റിലായിരിക്കും. സോ ഞാനിത് പാലൊഴിച്ച് കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടറോ വെള്ളമോ യൂസ് ചെയ്തും സോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ആണ്. അതിനായിട്ട് നമ്മളിത് നല്ല വെറ്റായിട്ടുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വെച്ച് സോക്ക് ചെയ്തതിന് ശേഷം ഇത് മുഴുവൻ വെള്ളവും വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ, പാല്, എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നല്ല തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ഇട്ട് ഉരയ്ക്കുകയോ അല്ലെങ്കിൽ കുറേ നേരം സ്ക്രബ് ചെയ്യുകയോ ഒന്നും ചെയ്ത് 1 മിനിറ്റോളം, അതായത് ഒരു 50 to 60 സെക്കൻഡ്സ് മാത്രം സ്ക്രബ് ചെയ്യുക. ഒരു പോയിന്റിൽ കുറേ നേരം സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല. ജെൻറ്റലി ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഫുൾ ഫേസിന് വെച്ചിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 60 സെക്കൻഡോളം ചെയ്തതിന് ശേഷം നമുക്കിത് നോർമലി വാഷ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വാഷ് ചെയ്യുന്നതാണ്. തുടച്ചെടുക്കുമ്പോൾ വീണ്ടും അത് നല്ല രീതിയിൽ ഒരു സ്ക്രബിങ് എഫക്റ്റ് കൊണ്ടുവരാനും മേ ബി സ്കിൻ ഡാമേജ് ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. സോ സ്കിന്നിനെ ഹേർട്ട് ചെയ്യാതെ എത്ര ജെൻറ്റിലായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ജെൻറ്റിലായിട്ട് ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് നനച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്ക്രബിങ് നമ്മൾ എപ്പോഴും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. കാര്യം ഡെഡ് സെൽസ് ബിൽഡപ്പ് ആകും തോറും നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഫ്രഷ്നെസ് ആൻഡ് ഗ്ലോ ഉണ്ടല്ലോ അത് നഷ്ടപ്പെടും. ആക്ച്വലി ആ ഒരു റിയലൈസേഷൻ ഉണ്ട്. അതിന് ശേഷമാണ് ഞാൻ റെഗുലറായിട്ട് സ്ക്രബ് ചെയ്ത് തുടങ്ങിയത്. എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യണം അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിനിമം സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഇത് നല്ല രീതിയിൽ ഡെഡ് സെൽസ് ബിൽഡപ്പ് ആവും. സ്കിന്നിൻ്റെ ഫ്രഷ്നെസ് മുഴുവനായിട്ട് പോയിട്ട് ഫുൾ ഒരു ഡാർക്ക് ആൻഡ് ഡൾ സ്കിന്നായിട്ട് തോന്നും. നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത മാതിരി തോന്നും. അടുത്ത എക്സ്ഫോളിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ല ജെൻറ്റിലായിട്ടൊരു മസാജ് കൊടുക്കുക. എപ്പോഴും നമ്മളിങ്ങനെ വാട്ടറി ആയിട്ടുള്ള ഒരു സർഫസിൽ വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി ഫേസ്, നമ്മളെല്ലാ ബോഡി ഫുൾ സ്ക്രബ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് വാഷ് ചെയ്യുമ്പോൾ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ എക്സ്ഫോളിയേഷൻ റിപ്പീറ്റായിട്ട് ചെയ്യരുത്. എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യുക. ബട്ട് മസ്റ്റായിട്ടും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ സ്കിൻ നല്ല രീതിയിൽ ഗ്ലോ ആവുള്ളൂ. സ്ക്രബ് ചെയ്ത് ഫുൾ ഡെഡ് സെൽസ് എക്സ്ഫോളിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ടൊരു പാക്ക് ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കാം.